കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യുമ്പം ഇതാ ഇവിടെ ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യുമ്പം മിഡിൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മീനിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയാൽ ഫസ്റ്റ് തന്നെ മിഡിൽ വാല്യൂ ചെയ്യും. ഇവിടെ അങ്ങനത്തെ ആവശ്യമില്ല. ഇത് അതേപടി നമ്മൾ കോപ്പി ചെയ്യുക, ഫ്രീക്വൻസിനെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കുക. അതിനുശേഷം എപ്പോഴും n+1/2 ചെയ്യൽ, ബട്ട് ഇവിടെ n/2 ചെയ്യേണ്ടേ ഉള്ളൂ. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ n/2 ചെയ്യണം. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ, ദാറ്റ് ഇസ് 90/2 എന്ന് പറയുമ്പം 45th ഐറ്റം വരും. ഓക്കെ, 45 ഇതിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. 40 ഇല്ല, 40 കഴിഞ്ഞിട്ടാണ് 45. സോ അതിൽ ഏറ്റവും ചേർന്നിരിക്കുന്നത് 63 ആണ്. സോ 63 ആണ് നമ്മളെ മീഡിയനുള്ള ക്ലാസ്. ഓക്കെ, അപ്പോൾ 63ൻ്റെ ഈ ഒരു ക്ലാസ് എടുക്കുക. അതിനുശേഷം നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് കണ്ടിന്യൂസ് സീരീസിൽ. L1 പ്ലസ് L1 എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ് ആണോ നമുക്ക് ഇവിടെ കിട്ടിയത് ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 30 പ്ലസ് n/2 മൈനസ് CF. n/2 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ n/2 എത്രയാണ് 45 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാൻ. ദാറ്റ് ഈസ് 40. ഈ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്. ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണ്, കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല. ഏതാ നമ്മൾ സെലക്ട് ചെയ്ത ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 23. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. എപ്പോഴും ആദ്യം ഇത് ചെയ്യണം, അതിന് ശേഷം ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ലാസ്റ്റ് വേണം പ്ലസ് ചെയ്യാൻ. ഫസ്റ്റ് ഇത് പിന്നെ വേണം പ്ലസ് ചെയ്യാൻ. സി, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യം കുമുലേറ്റീവ് ഫ്രീക്വൻസി, മിഡ് വാല്യൂ ഒന്നും കാണേണ്ട കാര്യമില്ല. n/2 ചെയ്യണം. n/2 ചെയ്താൽ 45th ഐറ്റം കിട്ടും. ആ ഒരു ക്ലാസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇക്വേഷൻ എഴുതുക. ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് പ്ലസ് n/2 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട മുകളിലത്തെ ക്ലാസ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്. ഓക്കെ, ഇൻറ്റു സി പറയാൻ മറന്നു കേട്ടോ. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ് ഇവിടെ സി എന്ന് പറയുന്നത്. 10ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? സോ ഇതിനെല്ലാം തമ്മിലുള്ള ക്ലാസ് ഇൻ്റർവെല്ലാണ്, പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇൻറ്റു സി. ഓക്കെ ആണ്. നെക്സ്റ്റ് അടുത്തത് ഇത് എക്സ്ക്ലൂസീവ് സീരീസ് അല്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ഉള്ള. ഇനി ഇൻക്ലൂസീവ് സീരീസിൽ മീഡിയൻ കാണുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സി, ഇവിടെ കണ്ട ഇത് ഇവിടെ ഇതും ഡിഫറെൻ്റ് ആണ്. സി, ഇതും ഡിഫറെൻ്റ് ആണ്. സോ ആദ്യം ഇതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. മീഡിയനിലും നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മിഡ് വാല്യൂ കാണേണ്ട കാര്യം ഇല്ല. ഇതിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക, ഇതിൽ നിന്ന് 0.5 ആഡ് ചെയ്യുക. 0.5 മൈനസ് 0.5 ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആസ് യൂഷ്വൽ പണ്ടത്തെ പോലെ തന്നെ n/2 കാണണം, ക്ലാസ് സെലക്ട് ചെയ്യണം, ഇക്വേഷനിലിടണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണേ. ഇത് മൈനസ് ഇത് ഡിവൈഡ്, ഇത് മൈനസ് ഇത്. ഓക്കെ, അടുത്തത് കുമുലേറ്റീവ്. ലെസ് ദാൻ അല്ലെങ്കിൽ മോർ ദാൻ വരുമ്പോൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. സോ ലെസ് ദാൻ 10 ലെസ് ദാൻ എന്നുള്ളത് ക്ലാസ് ആദ്യം ഫോം ചെയ്ത് വെക്കുക 0 to 10. ഓക്കെ, ഇനി ഫ്രീക്വൻസി ലെസ് ദാൻ ആണെങ്കിൽ ആദ്യത്തെ ഫ്രീക്വൻസി അതേപടി അവിടെ എഴുതണം. രണ്ടാമത്തെ ഫ്രീക്വൻസി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അടുത്തത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ഓക്കെ, കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തന്നിരിക്കുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെയാണ്. ഓക്കെ, എനിവേ നിങ്ങളത് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടാൽ മതി. ഫ്രീക്വൻസി കാണുക, കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. അതിനുശേഷം n/2 എടുക്കുക. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലാണ്. n/2 കാണുക. എന്നിട്ട് ഇതായിരിക്കും നമ്മളെ മീഡിയനുള്ള ക്ലാസ് എന്ന് മനസ്സിലായി. അതിനുശേഷം ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി എബവ് എന്ന് വരുന്നത് എന്താ ഇവിടെ. ഓക്കെ, ഇത് ക്ലോസ്ഡ്. ഇവിടെ എബവ് വരുന്ന കണക്ക് ഇല്ലേ? ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ക്ലാസ്. സി, ഇതൊരു വെറൈറ്റി പ്രോബ്ലം.
ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തന്നത്, മിഡ് വാല്യൂ ആണ് തന്നത്, മിഡ് വാല്യൂ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്കിത് എന്ത് ക്ലാസ്സാണെന്ന് തോന്നി, ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് തോന്നി. ബട്ട് ഇവിടെ മിഡ് വാല്യൂ എന്നാണ് പറയുന്നത്, അതായത് ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ മിഡ് വാല്യൂ ആണെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായി കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് മിഡ് വാല്യൂ ആവശ്യമില്ല, നമുക്ക് എന്ത് തന്നെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള ക്ലാസ് തന്നെയാണ് വേണ്ടത്. സോ മിഡ് വാല്യൂ തരുന്ന കണക്കിൽ നമ്മൾ ഇതിനെ ആദ്യം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ 0 to അങ്ങനെയുള്ള ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ, ആദ്യം ഇവിടെ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് 5 ഫോർ ദ വാല്യൂ. സി കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 5ന് എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 2.5. ഇനി ഈ 10ന്ന് 7.5 മൈനസ് 2.5 മൈനസും ചെയ്യുക, 2.5 ആഡും ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസ് നമുക്ക് കിട്ടും 7.5 ആൻഡ് 12.5. ഇനി ഇവിടെ 12.5 ഇടുക. എല്ലാത്തിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 5 ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, 5 ആഡ് ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, അല്ലെങ്കിൽ ഇതാ ഈ 15ൻ്റെ കൂടെ 2.5 ലെസ് ചെയ്യുക, 15ന് 2.5 ആഡ് ചെയ്യുക, 20ന് 2.5 ലെസ് ചെയ്യുക, 20ന് 2.5 ആഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ പിന്നെ ഒരു ക്ലാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 5 അല്ലേ ഡിഫറൻസ്, അത് വെച്ചിട്ട് എഴുതാം. ഫ്രീക്വൻസിക്ക് ഒരു മാറ്റവും ഇല്ല, ഇവിടെ കുമുലേറ്റീവ് ഒന്നും അല്ലല്ലോ തന്നത്. സോ അതേപടി ഇവിടെ എഴുതിയാൽ മതി, ബാക്കി ആസ് യൂഷ്വൽ. സോ മിഡ് വാല്യൂ തരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓപ്പൺ എൻഡ് ക്ലാസ് ആണ്. ഓക്കെ, സോറി, നോട്ട് ക്ലോസ്ഡ് ക്ലാസ് ആണ്. നോട്ട് ക്ലോസ്ഡ് ക്ലാസ് ഇവിടെ ഈ ഒരു ക്ലാസ്സിന് മാത്രം നിങ്ങൾ അപ് ടു 50 എന്നാണ് പറഞ്ഞത്. എത്ര മുതൽ 50 വരെയാണെന്ന് പറയുന്നില്ല. ഇവിടെ ഓവർ 250 എന്നാണ് പറയുന്നത്. വെരി സിമ്പിൾ. ഇതെല്ലാം തമ്മിൽ എത്രയുടെ ഡിഫറൻസ്, 50 ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് 50 അല്ലേ, ഇതെല്ലാം തമ്മിൽ 50. സോ അപ് ടു 50 എന്ന് പറഞ്ഞാൽ 0 to 50, അപ്പോൾ 50. ഓവർ 250, അപ്പം 250 to 50, അപ്പോൾ 300. സോ ഇങ്ങനെ എഴുതാം. ഓക്കെ, 50 അല്ലേ കോമൺ ഡിഫറൻസ്. പിന്നെ നമ്മളെ ക്ലാസ് പഴയതുപോലെ ചെയ്യാം. ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഇവിടെ കാണാം. ചോദിക്കില്ലായിരിക്കും അല്ലേ, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യും. സോ മീഡിയൻ്റെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മീഡിയൻ്റെ മെറിറ്റ്സും മീഡിയൻ്റെ ഡിമെറിറ്റ്സും കാണാം. സി നമ്മുടെ ആവറേജിലുള്ള മീനിലുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം എന്നുള്ളതാണ്. ബട്ട് ഇവിടെ അത് നോട്ട് ഇഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. മെറിറ്റ്സിൻ്റെ കൂട്ടത്തിൽ നോട്ട് ഇഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം സിമ്പിളാണ്, നമുക്ക് നോക്കിയാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. അങ്ങനെ എഴുതിയിട്ടില്ല, മിയർ ഗ്ലാൻസ് അറ്റ് എ ലുക്ക്, ഒരു ലുക്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ. ഈ സീരീസിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള സാധനം ഏതാ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ. നോട്ട് ഇഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം. ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ നമുക്ക് കാണാൻ പറ്റും, ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡ് സീരീസിനും നമുക്ക് മീഡിയൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഓപ്പൺ എൻഡ് സീരീസ് ഓർമ്മിക്കുക, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നതിനും നോട്ട് ക്യാപ്പബിൾ ഓഫ് ഡാറ്റ വിച്ച് ആർ നോട്ട് ക്യാപ്പബിൾ ഓഫ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ്റെ ഈ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്ട്രീം ഐറ്റം ഇഫക്റ്റ് ചെയ്യത്തില്ല, ഒരു ലുക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളാണ്, മെഷർ ചെയ്യാൻ. ഓക്കെ, 2 പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, മീഡിയൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്യണം, ഒരു ഗുഡ് ആവറേജ് നമ്മൾ പഠിച്ചു. പക്ഷേ മീഡിയൻ എല്ലാത്തിനെയും ബേസ് ചെയ്യുന്നില്ല. ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും ആക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഇറ്റ് റിക്വയർ എറേയിങ് എന്ന് പറഞ്ഞാൽ ഓർഡറിങ് ആയിട്ട് എഴുതണം. പിന്നെ കണ്ടിന്യൂസ് സീരീസിന് നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലേ, നമ്മൾ L1+ എന്നുള്ള അതിനെ ഇൻ്റർപൊലേഷൻ ഇക്വേഷൻ എന്നാണ് പറയുക. സോ ആ ഇൻ്റർപൊലേഷൻ ഇക്വേഷൻ സംടൈംസ് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല, അധികവും നമുക്കൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. ഇൻ്റർപൊലേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ആക്യുറേറ്റ് ആയിരിക്കില്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഇതാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്യണം. നൗ വിൽ മൂവ് ടു മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് മോഡ് എന്ന് പറയാം. ഓക്കെ, ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള സംഭവം, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി
റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഒക്വർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ സീരീസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 15 ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഇതിലേതാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും നമ്മളോട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നമുക്ക് നോക്കിയാൽ തന്നെ പല കേസിലും നമുക്ക് മോഡിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മോഡ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, അവിടെ പഠിച്ചു വെച്ചോ. 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, 2 മീനേ ഉള്ളൂ, 2 മീൻ. ഓക്കെ, അയില മത്തി 2 മീൻ. ഓക്കെ, ഓർമ്മിക്കുക, 2 മീൻ. ഓക്കെ, എക്സാം ഹാളിൽ എപ്പോഴും സംശയമായിരിക്കും 3 എൻ്റെ കൂടെയാ 2 എൻ്റെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ 2 മീൻ. സോ 3 മീഡിയൻ മൈനസ് 2 മീൻ, 3 മീഡിയൻ മൈനസ് അയില ആൻഡ് മത്തി 2 മീൻ. ഓക്കെ, ഓർമ്മിച്ച് വെക്കാൻ എന്തെങ്കിലും ഒരു വഴി, അത്രയേ ഉള്ളൂ. നൗ ഹിയർ നിങ്ങളോട് ഇതിൻ്റെ ഈ ഇക്വേഷൻ ഇട്ടിട്ട് ഈ കണക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇൻഡിവിജ്വൽ സീരീസാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ ആദ്യം നിങ്ങൾ മീൻ കണ്ടുപിടിക്കുക, അതിനുശേഷം നിങ്ങൾ മീഡിയൻ കണ്ടുപിടിക്കുക, എന്നിട്ട് 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ഇക്വേഷനിലോട്ട് എഴുതണം. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണം. മീൻ കണ്ടുപിടിച്ചു, മീഡിയൻ n+1 ഇതിന് അസെൻഡിങ് ഓർഡറിലാക്കിയതിന് ശേഷം n+1/2th ഐറ്റം ചെയ്യണം. 4.5 വരുന്നത്. അപ്പോൾ 1 2 3 4 നാലാമത്തെ ഐറ്റവും 5ാമത്തെ ഐറ്റവും ആഡ് ചെയ്തിട്ട് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് അവർ മീഡിയൻ. 3 മീഡിയൻ 3 × 50 മൈനസ് 2 × മീൻ. ആദ്യം ഇൻറ്റുവിൻ്റെ പാർട്ട് ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഈസ് മോഡ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഫ്രീക്വൻസീൻ്റെ കോളം നോക്കുക. ഫ്രീക്വൻസീൻ്റെ കോളം ഇവിടെ ഫ്രീക്വൻസീൻ്റെ കോളത്തിൽ നമ്പർ ഓഫ് ഐറ്റംസിൽ വരുന്നതിൽ ഓക്കെ, ഇവിടെ 12 ആണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. സോ നമ്മൾ 12 ആയിരിക്കും നമ്മുടെ മോഡ്. ഓക്കെ, ഫ്രീക്വൻസീൻ്റെ കോളത്തിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ ഞാൻ പറയുന്നില്ല, ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, എക്സാക്റ്റ് ആയിട്ട് മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിലും നമ്മൾ മീഡിയനിൽ യൂസ് ചെയ്ത പോലെ ഒരു ഇൻ്റർപോളേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ പഠിക്കാൻ ഇത്തിരി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും, പക്ഷേ സംഭവം ഈസിയാണ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപടി മാറ്റി എഴുതുക. ആദ്യം ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിളൊക്കെ വരക്കുകയൊക്കെ വേണം. എനിവേ ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണേ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മെറിറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണേ. എല്ലാത്തിൻ്റെയും സിമ്പിളാണ്. നിങ്ങൾക്കെല്ലാം ഫസ്റ്റ് സാധനം സിമ്പിളായിരിക്കും, റൈറ്റ്? ഓക്കെ, പിന്നെ നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും പോപ്പുലർ. എക്സ്ട്രീം വാല്യൂസ് അങ്ങനെ ഇഫക്റ്റ് ചെയ്യൂല. ഗ്രാഫിക്കലി ഇതിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മീഡിയനെയും മോഡിനെയും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി മോഡ് കോയിൻസൈഡ്സ് വിത്ത് വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ സീരീസ്. ഓക്കെ, ഒരു വാല്യൂന് കോയിൻസൈഡ് ചെയ്യും. ദെൻ മോഡ് ഇസ് ദ വാല്യൂ വിച്ച് ഒക്കർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. സോ എല്ലാം നമ്മൾ പഠിച്ച പോലത്തെ ഏകദേശം പോയിന്റ് തന്നെയാണ് വരുന്നത്. ഇനി ഡീമെറിറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് അൺസർട്ടൺ ആണ് എഴുതുക. ഓക്കെ, ഇൽ ഡിഫൈൻഡ് ഇൻ സം കേസസ്. ചില കേസസിൽ ഇത് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. ആ സമയത്താണ് നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ആ ഇൽ ഡിഫൈൻഡ് എന്നൊക്കെയുള്ള പ്രോബ്ലം ഇതിൽ ചെയ്തതായിട്ട് കാണാം. നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാത്തത്. മോഡ് ഇസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. വേറെ ഏതാണ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് പറ്റാത്തത്? സി, ഇവിടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സി, അവിടെ മീഡിയൻ ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്, റൈറ്റ്? അല്ലെങ്കിൽ ഞാൻ പൊട്ടത്തിലാണോ പറയുന്നത്? മീഡിയൻ ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ്. അപ്പോൾ മീഡിയനും മോഡും ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് പറ്റൂല, പക്ഷേ മീന് പറ്റും. മീനിൻ്റെ മെറിറ്റ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് പറ്റും എന്നുള്ളത്. ഓക്കെ, എക്സ്ട്രീം ഐറ്റം മീഡിയൻ ഇഫക്റ്റ് ചെയ്യില്ല, പക്ഷെ മീനിൻ്റെ ഡീമെറിറ്റ്സിൽ കാണാം എക്സ്ട്രീം ഐറ്റം ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെ എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യില്ല. അപ്പം മീഡിയനിലും മോഡിലും
ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് പറ്റൂല. സോ അത് ഡീമെറിറ്റ്സിൽ വരും. ബട്ട് എക്സ്ട്രീം വാല്യൂസ് ഇഫക്റ്റ് ചെയ്യൂല രണ്ടും. ബട്ട് മീനിലാണെങ്കിൽ ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ മെറിറ്റിലും വരും, എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യുന്നുള്ളത് ഡീമെറിറ്റ്സിലും വരും. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. സി മോഡിനെ ഇവിടെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മോഡ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനൊക്കെ ഉണ്ട്, അതും ഞാൻ പറയുന്നില്ല. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി നമ്മുടെ ഹാർമോണിക് മീൻ അവിടെ വരൂ, ജോമെട്രിക് മീനൊക്കെ വരൂ. യാ ദിസ് വൺ ഇക്വേഷൻ പഠിക്കണേ മക്കളെ. 2 മീൻ. ഓക്കെ, ദിസ് ഇസ് ജോമെട്രിക് മീൻ. ഓക്കെ, ജോമെട്രിക് മീന് ചോദിക്കൂലെന്ന് വിചാരിക്കാം അല്ലേ. എനിക്കിപ്പം ലോഗും ആൻറ്റി ലോഗൊക്കെ പറഞ്ഞു തരേണ്ടവർ. സോ ഐ എം സ്കിപ്പിങ് ഇറ്റ്. വേണ്ടവർ പഠിക്കണേ മക്കളെ. വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ലായിട്ടാ ഇതിൻ്റെ ഒന്നും. സോ ഹാർമോണിക് മീനും നമ്മളങ്ങ് ഒഴിവാക്കുകയാണ്. നമുക്ക് അത്ര മാർക്ക് മതി. എത്രയാണ് മൊത്തം? 40 അല്ല. എത്ര നിങ്ങൾക്ക് പുതിയ സ്കീമിൽ മാർക്കെന്ന് എനിക്കറിയുന്നില്ല, മറന്നുപോയിട്ടാ. ഓക്കെ, ഞാൻ പഴയ ടീച്ചറല്ലേ, ഞാനിപ്പോൾ ടീച്ചിങ് ഫീൽഡിലൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നേ നിങ്ങളെ ഈ ബാച്ചിന് ഞാൻ ന്യൂമറിക്കൽ സ്കിൽസ് മാത്രം എടുത്തത്. സ്റ്റാറ്റിയുടെ പാട്ട് വേറൊരു ടീച്ചർ എടുത്തത്. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നല്ലതല്ലേ അല്ലേ? ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ട്. അതിനേക്കാളും മുന്നേ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ടാബുലേഷൻ എന്നുള്ള പാർട്ട് എൻ്റെ അടുത്ത് സ്കിപ്പായി പോയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് ടാബുലേഷൻ. ഓക്കെ, ഡാറ്റേനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുക. ടാബുലേഷൻ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ടാബുലേഷൻ. ടാബുലേഷൻ എന്താ പറയുക, നമ്മളെ കോംപ്ലക്സ് ഡാറ്റേനെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് മാറ്റും അല്ലേ. കുറേ ഡാറ്റേനെ നമ്മൾ റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്ത് വൃത്തിക്ക് വെക്കുമ്പോൾ നല്ലതല്ലേ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ബട്ട് ഇത് പണ്ട് സ്ഥിരമായിട്ട് കുറേ പണ്ട് ഞാനൊക്കെ എക്സാം എഴുതുമ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചതാണ് പാർട്സ് ഓഫ് ടേബിൾ. ഓക്കെ, പറ്റുവാണെങ്കിൽ പഠിക്കണം. ടേബിളിൻ്റെ നമ്പർ വേണം, ടൈറ്റിൽ വേണം, ക്യാപ്ഷൻ, സ്റ്റെപ്പ്, ബോഡി, ഹെഡ് നോട്ട്, ഫുട്ട് നോട്ട് ആൻഡ് സോഴ്സ് ഡാറ്റ. ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചിട്ട് വായിച്ചേക്കണേ. ടേബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ, ഇതാണ് ടേബിളെങ്കിൽ ടേബിളിനൊരു നമ്പർ ഉണ്ടാവും. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടേബിളിനൊരു ടൈറ്റിൽ കൊടുക്കണം. അടുത്തത് ക്യാപ്ഷൻ അല്ലെങ്കിൽ ബോക്സ് ഹെഡാണ്. ഇതാ ഈ കോളം ഉണ്ടല്ലോ, ഇതല്ലേ കോളം, ഇങ്ങനെയുള്ള ഇതാണ് കോളംസ് റൈറ്റ്. കോളത്തിൻ്റെ ഹെഡിങ്ങിനാണ് ക്യാപ്ഷൻസ് എന്ന് പറയാം. ക്യാപ്ഷൻസ്, കോളം, ക്യാപ്ഷൻസ്, കോളം, ക്യാപ്ഷൻ. ഇനി സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ റോസിൻ്റെ ഹെഡിങ്ങിനെയാണ് ഇതാണ് നമ്മുടെ റോസ്. ഈ റോസിൻ്റെ ഹെഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റുഡൻസ്, ടീച്ചർ, അറ്റൻഡേഴ്സ്. ഇതാണ് സ്റ്റെപ്പ്. ഇനി ബോഡി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതുന്ന ന്യൂമറിക്കൽ ഇൻഫർമേഷനെയാണ് നമ്മൾ ബോഡി അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയാം. ബോഡി അല്ലെങ്കിൽ ഫീൽഡ്. ഇത് ഹെഡ് നോട്ട് എന്ന് പറയുമ്പം ഈ ടേബിളിൽ യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ടേബിളിനകത്തോ ടേബിളിൻ്റെ ടൈറ്റിലോ ടേബിളിൻ്റെ ക്യാപ്ഷനിലോ ടേബിളിൻ്റെ സ്റ്റെപ്പിലോ ഒന്നും കാണാൻ പറ്റില്ല. യൂണിറ്റ്സ് ഇൻ വിച്ച് ഡാറ്റാസ് ആൻഡ് ടേബിൾസ് ആർ. ഇപ്പോൾ ഇത് ഇൻ തൗസൻഡ്സ് എന്നാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എഴുതില്ലേ, ഇൻ തൗസൻഡ്സ്. സോ അങ്ങനെയൊക്കെ എഴുതുന്നതിനെ ഹെഡ് നോട്ട് എന്ന് ചുരുക്കി വിളിക്കാം. ഓക്കെ, ദേ ആർ പ്ലേസ്ഡ് ഇൻ എ ബ്രാക്കറ്റ് ഇമീഡിയറ്റ്ലി ഫോളോയിങ് ദ ടൈറ്റിൽ. ടൈറ്റിലിൻ്റെ തൊട്ട താഴെ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഹെഡ് നോട്ട് എഴുതിയിട്ടുണ്ടാവും. ഫുട്ട് നോട്ട് ടേബിളിൻ്റെ ഏറ്റവും താഴെ, ഫൂട്ടിലല്ല ഏറ്റവും താഴെ, ഡയറക്ട്ലി ബിലോ ദ ബോഡി ഓഫ് ദ ടേബിൾ വെൻ എവർ ഇസ് റിക്വയർഡ്. ഈ ടേബിളിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുള്ളത്, നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണ്ട ഡാറ്റേനെ പറ്റിയിട്ട് എഴുതുന്നതാണ് ഫുട്ട് നോട്ട്. അപ്പോൾ ടേബിളിൻ്റെ ബോഡി കഴിഞ്ഞ ഉടനെ തന്നെ ഫുട്ട് നോട്ട് നമ്മൾ എഴുതും. അടുത്തത് സോഴ്സ് ഡാറ്റ. ഈ ഡാറ്റ എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ എഴുതും. സോ ദിസ് ഈസ് ദ പാർട്സ് ഓഫ് ദ ടേബിൾ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. വാരിയബിൾ എന്താ, പിന്നെ കണ്ടിന്യൂസ് വാരിയബിൾ, ഡിസ്ക്രീറ്റ് വാരിയബിൾ എന്താണെന്നൊക്കെയുള്ള സംഭവങ്ങൾ ചോദിക്കാം. ഡിസ്ക്രീറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് വാല്യൂവേ അതിനെ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. നമുക്കറിയാം ഇപ്പം ഏജ് 10 എന്ന് പറഞ്ഞാൽ യെസ് ഏജ് ഈസ് 10, ഏജ് 11 ഏജ് ഇസ് 11. ഒരു ഡെഫിനിറ്റ് ഒറ്റൊരു വാല്യൂ. ഓക്കെ, വാരിയബിൾസ് വിച്ച് ക്യാൻ ടേക്ക് അവിടെ വാരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് ഓൺലി എ സ്പെസിഫൈഡ് വാല്യൂവിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാം. ഇനി കണ്ടിന്യൂസ് വാരിയബിൾ എന്ന് പറയുമ്പോൾ
ഈ റേഞ്ചിനകത്ത് വരുന്ന ഏത് വാല്യൂയും നമുക്ക് എടുക്കാൻ പറ്റും. 0 to 10 ആകുമ്പോൾ ഇതിനിടയിൽ വരുന്ന ഏത് വാല്യൂ, വാരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് ഓൾ ദ പോസിബിൾ വാല്യൂ ഇൻ എ സ്പെസിഫൈഡ് റേഞ്ച്, അതിനെയാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കുക. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഡാറ്റേനെ ഓർഡർലി അറേഞ്ച് ചെയ്യുക അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഒബ്സർവേഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലൊക്കെ ഫ്രീക്വൻസി വരുന്നില്ലേ, ഒരു ഐറ്റവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് എത്ര തവണ എത്ര മാഗ്നിറ്റ്യൂഡിൽ അത് വന്നിട്ടുണ്ടെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഡാറ്റ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഒബ്സർവേഷൻസ്. ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഇൻഡെക്സ് നമ്പറാണ് പറയേണ്ടത്. എനിക്ക് മീൻസ് അങ്ങനെ യൂസ് ഇല്ല, അപ്പോൾ എനിക്ക് മടി വരുന്നുണ്ട്. എനിവേ ഐ വിൽ ട്രൈ ടു ഡു ദ നെക്സ്റ്റ് പാർട്ട് ഓൾസോ. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.